ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലഞ്ചാണ്. അപ്പോൾ നമ്മളിന്ന് പഴങ്കഞ്ഞിയാണ് ലഞ്ചിന്. ചൂട് സമയത്ത് നല്ല ടേസ്റ്റാണ്, നല്ലൊരു സുഖമാണ് ഇത് കഴിക്കാനായി. അപ്പോൾ നമ്മളതിന് സൈഡ് ഡിഷായി മാങ്ങ കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു അച്ചാർ, മാങ്ങ ചമ്മന്തി, പിന്നെ തൈര്, ഇത് കൂടാതെ മീൻ വറുത്തതുമുണ്ട്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് മീനും കൂടെ എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഓരോന്നും റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത് നോക്കാം. പഴങ്കഞ്ഞിക്ക് നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ തലേ ദിവസം വെച്ച ചോറിൽ നമ്മൾ ഉച്ചയ്ക്ക് വെച്ച ചോറിൽ രാത്രി വെള്ളം ഒഴിച്ച് വയ്ക്കണം, അത്രേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നല്ല പെർമനൻ്റായി ആവശ്യത്തിനുള്ള പുളിയും വളരെ ഹെൽത്തിയായി മാറും. അപ്പോൾ അങ്ങനെ പഴങ്കഞ്ഞിക്ക് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ കഴിച്ച് നോക്കുന്നത് അപ്പോൾ ആരോഗ്യത്തിനും ഒരുപാട് നല്ലതാണ് ഈ പഴങ്കഞ്ഞി. അപ്പോൾ അത് നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ അച്ചാർ, മാങ്ങ അച്ചാർ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് റെഡിയാക്കുന്നത്, മാങ്ങ ചമ്മന്തി, തൈര്, പിന്നെ അത് കൂടാതെ നമ്മൾ ഫിഷ് ഇഷ്ടമുള്ളവർക്ക് ഫിഷ് വറുത്തതുമുണ്ട്. പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ സ്ഥിരമായി ഉണ്ടായിരുന്നതാണ് ഈ പഴങ്കഞ്ഞി. പക്ഷേ ഇപ്പോൾ അധികം ആർക്കും അത് ചെയ്യാനും അറിയില്ല, അധികം അത്ര ഇല്ല. പക്ഷേ ഇപ്പോൾ ഹോട്ടലുകളിലൊക്കെ കടകളിലൊക്കെ ഇത് പഴങ്കഞ്ഞി ഒരു നല്ലൊരു വിഭവമായി സെർവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മളെ വയറിനും ഈ ഒരു ചൂട് കാലത്തൊക്കെ പറ്റിയ ഒരു ആഹാരമാണ് ഈ പഴങ്കഞ്ഞി. അപ്പോൾ നമ്മൾ മാങ്ങ ഒന്ന് തൊലി കളഞ്ഞിട്ട് എടുക്കണം. ഈ ഒരു മാങ്ങ അച്ചാറിന് നമുക്ക് തൊലി കളഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലൊരു 1/2 കപ്പ് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 2 വറ്റൽമുളക്, കറിവേപ്പില, നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് വെക്കാം. നമുക്ക് ഈ മാങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ മാങ്ങ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് കൂട്ടി കൊടുക്കാം. ചേർത്ത് കൊടുക്കാം. ഇതിനൊരു അല്പസമയം നമുക്ക് അടച്ചു വയ്ക്കാം. കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം.
3 കഷ്ണം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ചെടുക്കാം. ഇപ്പം ഞാനൊരു 3 പീസ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടപ്പ് എടുത്തു ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചിരുന്നു. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ വരെ ചേർക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ ഉരുക്കിയ ശർക്കര ഒഴിച്ചു കൊടുക്കാം, അരിച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ശർക്കര ഒഴിച്ചു കൊടുത്തു, അരിച്ച് ഒഴിച്ചു കൊടുത്തു. ഇനി ഫ്ലെയിം അല്പം കൂട്ടി വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കണ്ണാടി ബോട്ടിലിൽ സൂക്ഷിക്കാം. ഒരു 2-3 ദിവസമൊക്കെ ഇത് പുറത്തും ഇരിക്കും. കൂടുതൽ ദിവസം നമുക്ക് ഇരിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ ഞാനിതിൻ്റെ വിനീഗറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ മാങ്ങ ചമ്മന്തിക്ക് ഒരു തേങ്ങയുടെ ഒരു 1/4 ഭാഗം തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. മാങ്ങയും അതുപോലെ ഇതുപോലുള്ള ഒരു മാങ്ങയുടെ തൊലി കളഞ്ഞിട്ട് ഒരു 1/4 ഭാഗം ചെറിയ പീസുകളായി മുറിച്ചെടുത്തു. ഒരു 2-3 ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊരല്പം വെള്ളം കൂടി പോകരുത്, ഒരല്പം തളിച്ച് അരച്ച് എടുക്കാം. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ.